യേശുവിലേറ്റവും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 22ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഏവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലം ചെയ്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവരോട് ഇപ്രകാരം പറയുകയാണ്: നിങ്ങൾ പാവപ്പെട്ടവർക്ക് ധർമ്മം കൊടുക്കാറുണ്ടോ? ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ ധർമ്മം കൊടുക്കാറുണ്ട്. പാപ്പ വീണ്ടും അടുത്ത ചോദ്യം ചോദിച്ചു: നിങ്ങൾ ആ പാവപ്പെട്ടവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാറുണ്ടോ? എന്നാൽ ജനങ്ങൾ നിശബ്ദത പാലിച്ചു. നിങ്ങൾ ധർമ്മം കൊടുക്കുമ്പോൾ അവരുടെ കരങ്ങളിലേക്കൊന്ന് സ്പർശിക്കാറുണ്ടോ? അപ്പോഴും ജനങ്ങൾ നിശബ്ദത പാലിച്ചതേ ഉള്ളൂ. പാപ്പ പറഞ്ഞു, പാവപ്പെട്ടവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുകയും അവൻ്റെ കരം ഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് ആ പാവപ്പെട്ടവൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നത് അതുതന്നെയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ഒരു ഫരിസേയൻ്റെ ഭവനത്തിൽ വിരുന്നായിട്ട് ക്ഷണിക്കപ്പെടുകയാണ്. അവിടെ പ്രമുഖ സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് തിടുക്കം കൂട്ടുന്ന മനുഷ്യരെ കണ്ടപ്പോൾ കർത്താവ് നൽകുന്ന ഉപദേശമാണ് ഇന്നത്തെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഒരിക്കൽ എലിസബത്ത് രാജ്ഞി, ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞി, അവളുടെ ഭർത്താവിൻ്റെ മരണശേഷം വിധവയായി തീർന്ന അവൾ അവളുടെ കൊട്ടാരത്തിലേക്ക് ഓരോ ദിവസം ധാരാളം മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ, ദരിദ്രർ, ആരോരുമില്ലാത്തവർ, വിധവകൾ ഒക്കെ കടന്നു വരാറുണ്ട്. അവളോട് വരുന്നത് എന്തെങ്കിലും അവർക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. ഹംഗറിയിലെ എലിസബത്ത് രാജ്ഞി അവർക്ക് വേണ്ട സമ്മാനങ്ങളൊക്കെ, അവർക്ക് ആവശ്യമുള്ളതെല്ലാം തൻ്റെ കൊട്ടാരത്തിൽ നിന്നെടുത്ത് അവർക്കായി നൽകുമായിരുന്നു. എന്നിട്ട് രാജ്ഞി അവരോട് പറയും, ഞാൻ നിങ്ങൾക്കിതെല്ലാം നൽകുന്നു, നിങ്ങളും ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകണമെന്ന്. അപ്പോൾ അവർ ചോദിക്കും, അമ്മേ, ഞങ്ങൾ കൊടുക്കുവാൻ ഞങ്ങൾക്കൊന്നുമില്ലാത്തത് കൊണ്ടാണല്ലോ അങ്ങയുടെ സവിധത്തിലേക്ക് ഇവിടെ കടന്നു വരുന്നത്. അമ്മയാണെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നൽകും, ഞങ്ങൾ കൊടുക്കാൻ എന്താ ഉള്ളത്? എലിസബത്ത് അവരോട് പറയും, ഞാൻ നിങ്ങൾക്ക് തരുന്നത് പോലെ നിങ്ങൾ കൊടുക്കാനായിട്ടൊന്നും ഉണ്ടാകില്ല, പക്ഷേ മറ്റുള്ളവരുടെ വേദന കാണുവാനുള്ള കണ്ണ് നിങ്ങൾക്കുണ്ട്. അവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ നിങ്ങൾക്ക് ദൈവം 2 കരങ്ങൾ നൽകിയിട്ടില്ലേ? അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരു ഹൃദയം നിങ്ങൾക്കില്ലേ? അവരുടെ നൊമ്പരങ്ങൾ അറിയാനായിട്ട് അവരുടെ അരികിലേക്ക് ഓടിച്ചെല്ലാൻ ദൈവം നിങ്ങൾക്ക് 2 പാദങ്ങൾ നൽകിയിട്ടില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മളിൽ തന്നെയുണ്ട്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കർത്താവായ യേശു നമ്മോട് പറയുന്നത് സമ്പന്നൻ്റെ സുവിശേഷമല്ല, ദരിദ്രൻ്റെ സുവിശേഷമാണ്. കാരണം നമ്മോട് പറയുന്നത് അവിടുന്ന് ചെറുതാകാൻ വേണ്ടിയിട്ടാണ്. ചെറുതാകലിൻ്റെ സുവിശേഷമാണ് കർത്താവായ യേശുവിൻ്റെ സുവിശേഷം. സമ്പന്നൻ്റെ സുവിശേഷമല്ല, ദരിദ്രൻ്റെ സുവിശേഷമാണ്. കണ്ണുനീരോടുകൂടെ വേദനിക്കുന്നവൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലുവാനായിട്ടാണ് തമ്പുരാൻ നമ്മോട് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അത് പറയുന്നില്ലേ? എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, കുടിക്കാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ പരദേശവാസിയായിരുന്നു, കാരാഗൃഹത്തിലായിരുന്നു, രോഗിയായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടു, ശുശ്രൂഷിച്ചു. അപ്പോൾ ഇപ്രകാരം ചോദിക്കുന്നില്ലേ, കർത്താവേ, നീ നഗ്നനായി, കുടിക്കുവാൻ വെള്ളമില്ലാത്ത ദാഹിക്കുന്നവനായി, ധരിക്കാൻ വസ്ത്രമില്ലാത്തവനായി, ആരോരുമില്ലാത്തവനായി ഒറ്റപ്പെട്ടു പോയ നിമിഷം എപ്പോഴാണ്? അവിടുന്ന് പറയുന്നില്ലേ, ഈ എളിയ സഹോദരൻ ഒരുവനെ നീ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദരിദ്രൻ്റെ വേദനയിൽ പങ്കെടുക്കുവാൻ നമുക്ക് കഴിയണം. കാരണം ദാരിദ്ര്യത്തിൽ പിറന്നവനാണ് നമ്മുടെ കർത്താവ്. ഒന്ന് വസിക്കുവാൻ, ജനിക്കുവാനായിട്ട് കാലിത്തൊഴുത്ത് ലഭിച്ചവനാണ് നമ്മുടെ കർത്താവ്. ആ കാലിത്തൊഴുത്തിൽ ജനിച്ച ദൈവത്തിൻ്റെ ദാസൻ, അവൻ ദൈവത്തിൻ്റെ സമാനതകളൊന്നും മുറുകെ പിടിച്ചില്ല. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിലൂടെ 2-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നില്ലേ, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത
നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. അവൻ സാധാരണക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരോടും ആരോരുമില്ലാത്തവരോടും അവൻ പക്ഷം ചേർന്നു. ഇപ്രകാരം മർക്കോസിൻ്റെ സുവിശേഷം പറയുന്നില്ലേ, ഒരു അന്ധനായ ഒരു മനുഷ്യൻ, തിമേയോസിൻ്റെ പുത്രനായ ബർത്തിമേയോസ് എന്ന് പറയുന്ന അന്ധനായ മനുഷ്യൻ അവിടത്തോട് വന്നിട്ട് ഇപ്രകാരം പറയുന്നില്ലേ, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തണമേ എന്ന്. കർത്താവ് കരുണയോടുകൂടെ അവൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് എന്താ പറയുന്നത്? എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന്. അന്ധന് കാഴ്ച കൊടുത്തവനാണ് ദൈവം. അശുദ്ധനായ മനുഷ്യൻ്റെ, കുഷ്ഠരോഗിയായ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുവാനാണ് ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദരിദ്രൻ്റെ പക്ഷം ചേർന്നവരാണ് കർത്താവ്. പാപിനിയായ സ്ത്രീയെ എല്ലാവരും കല്ലെറിയുവാൻ വേണ്ടി കല്ലുമെടുത്തുയർത്തി നിൽക്കുമ്പോൾ, നിങ്ങൾ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, മകളെ, ഇനിമേൽ നീ പാപം ചെയ്യരുത് എന്ന് അവളെ സ്നേഹത്തോടെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളെ പറഞ്ഞയക്കുന്ന ഒരു കർത്താവല്ലേ നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, സെഹിയോനിൽ അവിടുന്ന് അന്ത്യത്താഴം ഒഴുക്കുന്ന സമയത്തും അവിടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഭൂമിയോളം താണ ഒരു കർത്താവിൻ്റെ മക്കളല്ലേ ഞാനും നിങ്ങളുമൊക്കെ. അതുകൊണ്ട് ദരിദ്രൻ്റെ പക്ഷം ചേരുവാൻ കർത്താവ് പറയുന്നു. നിങ്ങൾ വിരുന്നൊരുക്കുമ്പോൾ സമ്പന്നനോ അല്ലെങ്കിൽ അയൽക്കാരനോ അതുമല്ലെങ്കിൽ കൂട്ടുകാർക്കോ ഒന്നുമല്ല നിങ്ങൾ വിരുന്ന് കൊടുക്കേണ്ടത്. നിങ്ങൾ വിരുന്ന് കൊടുക്കേണ്ടത് ആർക്കാണ്? ദാരിദ്ര്യം അനുഭവിക്കുന്നവനെ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കിയവനെ, സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവനെ, വികലാംഗനെ, മുടന്തനെ, അംഗവിഹീനമുള്ളവനെ, അവനെ കണ്ടെത്തുവാനും അവനു വേണ്ടി നീ പരിപൂർണമായിട്ട് ക്ഷണിക്കുവാനും അവന് വിരുന്ന് കൊടുക്കുവാനും കഴിയണം. കാരണം അവന് നൽകുവാൻ അവൻ്റെ കരങ്ങളിൽ ഒന്നുമില്ല. ഒന്നുമില്ലാത്തവൻ്റെ കൂടെ നിൽക്കുന്നവനാണ് ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്രകാരം യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ ഇപ്രകാരം പറയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ, നിങ്ങൾ മോടിയായി നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണ മോതിരം അണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാദപീഠത്തിനരികെ ഇരിക്കുക എന്നോ പറയുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ വിവേചനം കാണുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയുമല്ലേ ചെയ്യുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ശ്രവിക്കുവിൻ. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൻ്റെ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ എന്നാണ് യാക്കോബ് ചോദിക്കുക. അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പാവപ്പെട്ടവൻ്റെ പക്ഷം ചേരാം. നമുക്ക് എളിമയുടെ രൂപം സ്വീകരിക്കാം. നമുക്ക് ചെറുതാകാം. ചെറുതായവനെ നമുക്ക് കണ്ടെത്താം. അവനെ നമുക്ക് ചേർത്ത് പിടിക്കാം. ക്രിസ്തു അപ്രകാരമാണ്. ചെറുതായവൻ്റെ പക്ഷം ചേർന്നവനാണ്. ചെറുതായവനെ ചേർത്ത് പിടിച്ചവനാണ്. അതുകൊണ്ട് ചെറുതാക്കപ്പെട്ടവനെയും ഇന്ന് ചെറുതായി ജീവിക്കുന്നവനെയും ചേർത്ത് പിടിച്ച് ക്രിസ്തുവിൻ്റെ പക്ഷത്തോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്രയോ ശ്രേഷ്ഠമാണ്. അതിനാൽ മോടിയേറിയ വസ്ത്രം ധരിച്ചവനെയും സമ്പന്നനെയും അവന് വേണ്ടിയിട്ട് വിരുന്നൊരുക്കി അവനെ ക്ഷണിക്കുന്ന ഈ ലോകത്തിൽ പാവപ്പെട്ടവൻ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെടുമ്പോൾ അവനെ ചേർത്ത് പിടിച്ച് അവനും എൻ്റെ കർത്താവിൻ്റെ മക്കളാണ് എന്ന പരിപൂർണമായ ബോധ്യത്തോടുകൂടെ അവന് വേണ്ടി കൂടെ ചെറുതാകുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്രയോ അനുഗ്രഹദായകം. അതിന് ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.